RSS പ്രതിനിധി സഭ പൂർത്തിയായി വരികയാണ്. 3 ദിവസത്തെ ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ കഴിഞ്ഞ് RSS ഔദ്യോഗികമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ ചില പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിലൊന്ന് മുമ്പ് അവർ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഒരു കാരണവശാലും കൊണ്ടുവരരുത് എന്നുള്ളതാണ്. ഇത് ഭരണഘടനാപരമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഇത് അങ്ങനെ തന്നെ തുടരണം എന്നാണ് RSSൻ്റെ ഒരു പ്രമേയം. മറ്റൊന്ന് വഖഫ് ഭേദഗതിയെ സംബന്ധിച്ചാണ്. അത് ആവശ്യം ന്യായമാണ്, ആ തരത്തിൽ അത് മുന്നോട്ട് പോകണം എന്നാണ് RSS പറയുന്നത്. ഒപ്പം മറ്റു പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. RSSൻ്റെ പ്രതിനിധി സഭ അംഗീകരിച്ച ഈ പ്രമേയങ്ങളെക്കുറിച്ച് RSS മുന്നോട്ട് വച്ചിരിക്കുന്ന ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പുകൾ അങ്ങ് എങ്ങനെ കാണുന്നു അതിനെ? വഖഫ് വിഷയത്തിൽ ഞാൻ അതിൽ വലിയ ധാരണയുള്ള ആളെന്നുണ്ട്. ഒരു ലീഗൽ വിഷയമാണ്. അതെ, ഞാനതിൻ്റെ അതിനത്ര വിഷയം അതെ, നിയമപരമായിട്ട് തന്നെ അത് പരിഹരിക്കണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. പക്ഷെ അതിൽ അശാസ്ത്രീയത ഉണ്ടെങ്കിൽ നമ്മൾ എനിക്കൊരു പ്രാഥമിക ധാരണ അതിനെപ്പറ്റി. ഈ നിങ്ങൾ ഈ പത്രക്കാരൊക്കെ പറയുന്നതാണ് ഞാൻ കൂടുതൽ അന്വേഷിച്ചാണ്. എൻ്റെ ഏരിയകൾ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത ഏരിയയിൽ പോയി തലവെക്കാത്ത ഒരാളാണ്. എല്ലാത്തിനും നമുക്ക് സമയമില്ല. അതെ, വെറുതെ വിവാദം ഉണ്ടാക്കേണ്ട കാര്യം. വിവാദം മാത്രമല്ല, നമ്മൾ പഠിക്കണം, സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വഖഫ് വിഷയത്തിൽ എന്തുകൊണ്ട് ഫക്രുദ്ദീൻ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ വിഷയമല്ല. ഞാൻ നിങ്ങൾ നോക്കിയാൽ ലീഗൽ വിഷയങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല. കാരണം അത് അതിൻ്റെ എക്സ്പേർട്ടുകൾ സംസാരിക്കേണ്ടതാണ്. അതെ, അപ്പം നമ്മൾ എസ്പെഷ്യലി ലീഗൽ വിഷയം നമ്മളെ റെസ്പെക്ട് ആകും. മാത്തമാറ്റിക്സ് അതുപോലൊരു വിഷയമാണ്, ആർക്കും അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. അതുകൊണ്ട് ഞാൻ മാത്തമാറ്റിക്സ് ഞാൻ പലപ്പോഴും ജസ്റ്റ് ജയിക്കാനുള്ള മാത്രമേ എഴുതിയെടുത്ത ഒരാളാണ്. അത്രയുള്ളതിൻ്റെ. അപ്പം വഖഫ് വിഷയത്തിൽ കേട്ടെടുത്തോടെ നമ്മൾ ആ നിയമം ഒന്ന് പുതുക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം വഖഫുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. അത് പുതുക്കേണ്ട സമയത്ത് തന്നെ എല്ലാം കോൺഫിസ്കേറ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോയത്. മുനമ്പം വിഷയത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ജെന്യൂൻ വിഷയമാണ്. മുനമ്പത്ത് അവർ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. അത് എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും അത് വഖഫ് ഭൂമി എന്ന് പറഞ്ഞിട്ട് ആശങ്കയിലാഴ്ത്തുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. ബാക്കി ജനാധിപത്യ വിരുദ്ധ മതനിരപേക്ഷതയ്ക്ക് എതിരോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. മനുഷ്യത്വ വിരുദ്ധമാണ്. അതാണ് അതിൻ്റെ ഒരു വിഷയം. അത് ആരെങ്കിലും അതിന് ശ്രമിക്കുകയാണെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണ്. അതെ, അത് മനുഷ്യത്വപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതാണ് അതിൻ്റെ കാര്യം. അത് ബോൾഡായി രാഷ്ട്രീയ പാർട്ടി നിലപാടെടുക്കണം, വോട്ട് ബാങ്ക് നോക്കാതെ. പിന്നെ ഈ മുസ്ലിം സമുദായം നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ മുസ്ലിംമാരും കുറച്ച് താടി വെച്ചമാരും പറയുന്ന മാത്രം കേട്ടെടുക്കും. പുതിയ പിള്ളേർ ഭയങ്കര ഡിഫറൻ്റാണ്, എസ്പെഷ്യലി പെൺപിള്ളേർ. ആൺപിള്ളേരെ പറ്റി എനിക്ക് അത്ര വലിയ അഭിപ്രായമില്ല. പെൺപിള്ളേർ വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ ലോജിക്കലി നോക്കുമ്പോൾ അങ്കിൾ അതിലെന്താ പ്രശ്നം നോക്കും. അവർ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയല്ലേ, പിന്നെ നമ്മളെന്തിനാ അവകാശം ഉണ്ട്, അങ്ങനെ പിള്ളേർ ചോദിക്കുള്ളൂ. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു എന്താ ആവശ്യമായ പൊളിച്ചത്, അതൊരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വിദ്വേഷം വെച്ചോടോ ആയിരിക്കും. ആവശ്യമായ പൊളിച്ചെഴുത്തുകൾ ന്യായമായ ഈ പറഞ്ഞ നിയമപരമായ രീതി. പിന്നെ PC ജോർജിനെ പോലുള്ള ഇതിൻ്റെ ഇടയിൽ പിന്നെ നെഞ്ച് കലക്കാനും ഇതിൻ്റെ ഇടയിൽ രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് കലക്കാനൊക്കെ നടക്കുന്ന ആളുകളെ നിലക്ക് കൃത്യമാണ്. അത്രയുള്ളൂ. അവരാണ് ഈ കുളമാക്കുന്നത്. പിന്നെ RSSനെ സംബന്ധിച്ച് RSSന് ബേസിക്കലി RSSൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ മുസ്ലിം വിരുദ്ധതയെ ഒന്നുമല്ലല്ലോ. RSS മുസ്ലിം വിരുദ്ധ ഞാൻ പലപ്പോഴും പറഞ്ഞു. മുസ്ലിം വിരുദ്ധ RSSന്റെ ഭാഗമായിരുന്നത് ഈ ഹിന്ദുക്കൾ ഒരുമിപ്പിക്കാൻ വേറൊരു സംഭവമല്ല. ഇത് എന്തെങ്കിലും ശത്രുവിനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ വിഭാഗം കൂടി ഒരുമിക്കും. അഥവാ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ശത്രു മുസ്ലിങ്ങളാണ്. പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു, പിന്നെ മുസ്ലിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് RSS ഇതിനായി ഈ ഹിന്ദുക്കളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി എടുത്ത ചില വിഷയങ്ങൾ, രാമജന്മഭൂമി വിഷയം അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് 370 കാശ്മീരിൽ, ഇതിനെല്ലാം ഓപ്പോസിറ്റ് സൈഡ് മുസ്ലിങ്ങളായിപ്പോയി എന്നുള്ള വേറൊരു കാര്യമാണ്. അതിൻ്റെ അവരുടെ ഒരു വൈകാരിക വിഷയമാണ്. അത് ഏതാണ്ട് ഇപ്പം ഏക സിവിൽ കോഡ് വെച്ച് ബാക്കിയെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് RSSൻ്റെ ആ ഒരു ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. അടുത്ത ഘട്ടത്തെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന് എനിക്ക് തോന്നി. ഞാനിതിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഈ ഫേസ്ബുക്കിൽ വന്ന് എന്ത് പറഞ്ഞാലും മുഹമ്മദ് നബിക്കും ഖുർആനും എതിരെ തെറി പറയുന്ന കുറേ സോക്കൊണ്ട് അനുഭാവികളും RSS നടിക്കുന്ന കുറേ മറ്റു മതക്കാരും ഉണ്ട്. അവരെ കാര്യമല്ല ഞാൻ പറയാം. ഞാനിതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ ആശയപരമായ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആശയപരമായ എൻ്റെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഉണ്ടല്ലോ, അത് അങ്ങനെയല്ല. പിന്നെ ഞാൻ ഈ ബുക്സ് നമുക്കിപ്പം പ്രധാനമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ബുക്സൊക്കെയാണ്. അതിൽ എല്ലാവരും വളരെ സെലക്റ്റീവ് റീഡിങ് നടത്തുകൊണ്ട് ഒരു സൈഡ് കാണാത്തതുകൊണ്ടാണ്. സമഗ്രമായി വായിച്ചു കഴിഞ്ഞാൽ രണ്ട് വശം എന്ന് വെച്ചാൽ ഈ ഇന്ത്യയുടെ ഒരു പൊതു സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദുയിസത്തെ പുച്ഛിക്കാതെ നിങ്ങൾ അവഗണിക്കാതെ, അതൊരു പഴയ ഇന്ത്യയുടെ പോളിസിയാണ്, പുതിയ പോളിസി ഒന്നല്ല. അപ്പം പക്ഷേ നമ്മുടെ പൈതൃകത്തെ തള്ളി പറയാതെ മുന്നോട്ട് പോകും, പുച്ഛിക്കാതെ നിങ്ങളുടെ മതവും ജാതിയും ഒന്നും അല്ല വിഷയം, ഇങ്ങോട്ട് കടന്നു കയറാൻ ശ്രമിക്കാതെ വിശ്വാസത്തെ നിങ്ങളുടെ വിശ്വാസമായിട്ട് നിങ്ങൾ നിന്നോ എന്നുള്ളതാണ് പോളിസി.
എന്നിട്ട് അങ്ങനെ രാജ്യത്തെ ശക്തിപ്പെടുത്തുക. അതായത് ഇപ്പോൾ വലിയൊരു മൈനോറിറ്റി പീഡിപ്പിക്കണമെന്ന് സംഭവം വന്ന് രാജ്യം ശക്തിപ്പെടില്ല. അതെ. കാരണം പുറത്തുള്ള ശക്തികൾക്ക് വളരെ എളുപ്പം ഇവിടെ കടന്ന് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഉപരോധം കൊണ്ടുവരാം, യുദ്ധം കൊണ്ടുവരാം. അതെ. ആ ഒരു പോളിസിയാണ് RSSന്. പലപ്പോഴും ഇപ്പം മറ്റ് വിഷയങ്ങൾ, ഇപ്പം മുസ്ലിംസിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിട്ടുള്ള ഈ എന്ന് വെച്ചാൽ ഒരു വൈകാരിക വിഷയമായിട്ടുള്ള ബാബറി മസ്ജിദും 370 കാശ്മീരിലെ മുസ്ലിം ഇതെല്ലാം പരിഹരിക്കപ്പെട്ട സ്ഥിതിക്ക്, എല്ലാം തീർന്ന സ്ഥിതിക്ക് RSS സംബന്ധിച്ചിടത്തോളം ഇനി വെക്കാൻ പോകുന്ന ആ പടം വഖഫ് വിഷയത്തിലാണ്. വഖഫ് വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മൊത്തം കേസുകൾ ഭൂരിപക്ഷം കൊടുത്തത് മുസ്ലിങ്ങൾ തന്നെയാണ്. അതെ. കേരളത്തിൽ മാത്രം ഏതാണ്ട് 40,000 കേസുകൾ അവർക്ക്. എനിക്ക് നിയമത്തെ പറ്റി അറിയില്ല, ഞാൻ സ്റ്റാറ്റി നോക്കിയാണ്. അധികം കേസുകൾ കണക്കൊക്കെ കൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മുസ്ലിം വിരുദ്ധതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു മുസ്ലിം വിരുദ്ധത. അതിലിപ്പോ ഏത് വിഷയത്തിലാണെങ്കിലും ഈ പറയുന്നതിന്റെ പോലെ ചില കാലഹരണപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത്. അതൊരു വിശ്വാസം തോന്നുന്നത് നമുക്ക് എല്ലാ കാലത്തും നിലനിർത്താനും പറ്റും. അത് കോൺഫ്ലിക്റ്റുകൾക്ക് കാരണം കാലാകാലങ്ങളിൽ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ മുനമ്പം വിഷയത്തിൽ, ഇപ്പൊ ഫറൂഖ് കോളേജ് മുനമ്പം വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവര് വിറ്റ സ്ഥലമാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ചില താടിയും നീട്ടി നടക്കുന്ന കുറെ ഉസ്താദുമാരുണ്ട്. അവരാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. അതിന് നല്ലൊരു പങ്കും അതിനൊന്നും അനുകൂലമല്ല. പക്ഷെ ഇവർ കുറെ വളരെ വോക്കലായിട്ട് ഏതോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിലിപ്പോൾ നിങ്ങളൊരു നിഷ്പക്ഷനായ മുസ്ലിമിനോട് തന്നെ ചോദിച്ചു നോക്കിയാൽ അയാൾ പറയുന്നത് മുനമ്പം വിഷയത്തിൽ ഒരു മെറിറ്റില്ലാത്ത കേസാണ്, അത് അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നാണ് അവർ പറയുള്ളൂ. പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയല്ലേ? പണം കൊടുത്ത് മേടിച്ച ഭൂമി. അങ്ങനെ അല്ലെങ്കിലും ഓക്കെ. പിന്നെ കയ്യേറ് പലരും അവിടെ കയ്യേറിയിട്ടുണ്ട്. അത് ഈ പറയുന്ന കയ്യേറ്റക്കാർക്ക് അങ്ങനെ യാതി മതമൊന്നുമില്ല. പിന്നെ വഖഫ് ഭൂമിയെ കൂടുതലും കയ്യേറ് മുസ്ലിങ്ങൾ തന്നെയായിരിക്കും. മറ്റേ കയ്യേറി കഴിഞ്ഞ വിഷയവും നമ്മൾ കയ്യേറി നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കും. അത് വളരെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ അമ്പലം മേങ്ങികൾ ഒരിക്കലും മുസ്ലിം ആവില്ലല്ലോ. ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. പിന്നെ അത് കമ്മ്യൂണൽ ആയി കഴിഞ്ഞു, പിന്നെ വലിയ വിഷയവും. അമ്പലം മേങ്ങികൾ ആ സമയത്ത് പള്ളികളിൽ ഒരിക്കലും ഈ പറയുന്നതിൻ്റെ അതിൽ ക്രിസ്ത്യാനികളല്ലാത്തവർ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ. നമുക്കറിയാലോ ഓർത്തഡോക്സും യാക്കോബായും തമ്മിലുള്ള പ്രശ്നം. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഈ ഒരു സാംസ്കാരിക ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘർഷങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പോളിസി ആയിരിക്കും RSS എടുക്കാൻ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അതിന്റെ ലൈൻ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ആ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു RSSന്റെ. ഇപ്പൊ നമ്മൾ പറയില്ലോ റോക്കറ്റ് മോളോട്ട് വിടുമ്പോൾ ആദ്യം പ്രധാനപ്പെട്ട ഇന്ധന ടാങ്ക് ഒരു നിശ്ചിത കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് താഴെ വീഴും. അത് ജെറ്റിസൺ ചെയ്യണം. പിന്നെ അത് ഭാരമാണ്. RSSന്റെ ആ ഒരു കാലത്ത് കുറച്ചൊക്കെ വിദേശത്തിന് ലൈൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ് അവരുടെ പല പോളിസികൾ അന്ന് ഇന്നൊരു ഒരുമിച്ച് നിർത്താൻ മറ്റു വഴി. ഇപ്പോൾ RSS ആണ് ഇന്ത്യ ഭരിക്കുന്നത്. നിങ്ങളുടെ ഏകം മോഡിയൊന്നുമില്ല. ഭരിക്കുന്നതെന്ന് വെച്ചാൽ RSS വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ. അപ്പോൾ RSS വിടുതലുള്ള പോലെ RSS പറയുന്ന കാര്യങ്ങൾ പണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് വിടുതലുള്ള പോലും കമ്മ്യൂണിസ്റ്റും പറയുന്ന കാര്യങ്ങളാണ് അവരെ ഭരിക്കുന്നത്. RSS വിടുതലുള്ള പോലും ഇന്ന് പലപ്പോഴും RSS പറയുന്ന കാര്യങ്ങൾ ഭരിച്ചു തുടങ്ങിയിട്ട് ഏറ്റെടുക്കാതിരിക്കാൻ അവർക്കും പറ്റാത്ത. അതാണ് ഒരു രാജ്യം ഒരു ഐഡിയോളജി ഇയാൾക്ക് പിന്നെ എന്താണ് ഒരു ഐഡിയോളജി കീഴടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യ സംഭവിച്ചു കഴിഞ്ഞു. അത് ആപ്പാടെ തമിഴ്നാട്ടിലും കേരളത്തിൽ ശരിക്കും ഇത് വളരെ സ്ട്രോങ് ആണ്. തമിഴ്നാട്ടിലാണ് ഈ പറയുന്നത് അത്ര അങ്ങോട്ട് പിടുത്തം കിട്ടാത്തത്. കേരളത്തിൽ സ്ട്രോങ് ആണ്. പക്ഷെ അതെന്താണ് ഇവിടെ രണ്ട് രാഷ്ട്രീയ സഖ്യകക്ഷി മുന്നണി രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് രക്ഷപ്പെടാതെ പോകുന്ന വലിയ BJPക്കാരെ കയ്യിലിരിപ്പുണ്ടാണ്. ഫലപ്രദമായിട്ട് ചെറുത്ത് തോൽപ്പിക്കാനും വളരാനും പിടിച്ചെടുക്കാനും BJPക്ക് കുറച്ചും കൂടി സ്വീകാര്യമാകാനുള്ള ലൈനിലേക്കാണ് RSS പൊതുവെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ നിയമപരമായ പരിഷ്കരണങ്ങൾ കാലാകാലങ്ങളിൽ കൊണ്ടുവരേണ്ടത് വേണമെന്ന് തന്നെയാണ് RSSന്റെ നിലപാട്. ഈ മതാടിസ്ഥാനത്തിലുള്ള സംവരണം മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ വലിയ കാര്യമില്ല. മതാടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കേണ്ടത് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ നോക്കിയിട്ടാണ്. പിന്നെ സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ. അതെ. ഈ സാമൂഹ്യവും സാമ്പത്തികവും അത് കൃത്യമായിട്ട് അതായിരിക്കണം ക്രൈറ്റീരിയ. മതമാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയല്ല. OBC മുസ്ലിം വിഭാഗത്തിന് സംവരണമുണ്ട്. കേരളത്തിൽ മുസ്ലിംസ് OBC ആണ്. അങ്ങനെ സംവരണം കൊടുക്കുക, അല്ല മതം നോക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.